പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ആരോഗ്യ ഇൻഷുറൻസ് നിരക്ക് കൂട്ടി അബുദാബി. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തിരിച്ചടി. അബുദാബിയിൽ ആരോഗ്യ ഇൻഷുറൻസ് നിരക്ക് വർദ്ധിപ്പിച്ചത് പ്രവാസി കുടുംബങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. ജീവനക്കാർക്കും ആശ്രിതർക്കും കമ്പനിയുടമ ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെന്നാണ് നിയമമെങ്കിലും നിരക്ക് വർദ്ധിപ്പിച്ചതോടെ ചില കമ്പനികൾ ആശ്രിതരുടെ തുക നൽകില്ലെന്ന് അറിയിച്ചതാണ് തിരിച്ചടിയായത്. ഇതോടെ കുടുംബാംഗങ്ങൾക്കായി ഇൻഷുറൻസ് ഇനത്തിൽ പ്രതിവർഷം 20,000-ഓളം ദിർഹം അധികമായി കണ്ടെത്തേണ്ട സ്ഥിതിയാണ്. ഒരാൾ മാത്രം ജോലി ചെയ്യുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ് ഏറെ ബുദ്ധിമുട്ടുക. ഇൻഷുറൻസ് എടുക്കാത്തവർക്ക് വിസ പുതുക്കാനും സാധിക്കില്ല. 40-ന് മുകളിൽ പ്രായമുള്ളവരുടെ പ്രീമിയത്തിലാണ് വൻ വർധന. 60 കഴിഞ്ഞവരുടെ ഇൻഷുറൻസ് ബേസിക് പാക്കേജിന് നേരത്തെ 900 ദിർഹം ഉണ്ടായിരുന്നത് 9,000 ദിർഹമാക്കി കൂട്ടി. ചില കമ്പനികൾ ഇത് 16,000 ദിർഹത്തിലേറെയാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബിഗ് ടിക്കറ്റിലൂടെ 20 മില്യൺ ദിർഹം നേടിയത് ഡെലിവറി ഡ്രൈവർ. ഈ മാസം ബിഗ് ടിക്കറ്റ് എടുക്കുന്നവർക്ക് നവംബർ 3-ന് നടക്കുന്ന നറുക്കെടുപ്പിൽ 20 മില്യൺ ദിർഹം നേടാൻ അവസരമുണ്ട്. ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ 20 മില്യൺ ദിർഹം ഗ്രാൻഡ് പ്രൈസ് നേടിയത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഡ്രൈവറായ അബ്ദുൾ മൻസൂർ അബ്ദുൾ സബൂർ. അബുദാബിയിൽ ജീവിക്കുന്ന 50 വയസ്സുകാരനായ ഇദ്ദേഹം ഡെലിവറി ഡ്രൈവറായി ജോലി നോക്കുകയാണ്. 2007 മുതൽ സ്ഥിരമായി ബിഗ് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾക്കൊപ്പം 5 ടിക്കറ്റുകളാണ് ഇത്തവണ എടുത്തത്. സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണ് സമ്മാനത്തുക ഉപയോഗിക്കുകയെന്ന് അബ്ദുൾ പറയുന്നു. ഒക്ടോബർ മാസം ബിഗ് ടിക്കറ്റ് എടുക്കുന്നവർക്ക് നവംബർ 3-ന് നടക്കുന്ന നറുക്കെടുപ്പിൽ 20 മില്യൺ ദിർഹം നേടാൻ അവസരമുണ്ട്. ദിവസേന നടക്കുന്ന ഇലക്ട്രോണിക് ഡ്രോയിൽ 24 കാരറ്റ് സ്വർണവും ഈ മാസം നേടാം. ഇതുമാത്രമല്ല, ലക്ഷറി കാറുകൾ നേടാനുള്ള അവസരവും ഈ മാസമുണ്ട്. നവംബർ 3-ന് നടക്കുന്ന നറുക്കെടുപ്പിൽ ഒരു റേഞ്ച് റോവർ കാർ നേടാം. അല്ലെങ്കിൽ ഡിസംബർ 3-ന് നടക്കുന്ന നറുക്കെടുപ്പിൽ ഒരു BMW നേടാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ സോഷ്യൽ മീഡിയ പ്രമോഷന് കടിഞ്ഞാൺ. ലൈസൻസ് ഇല്ലാത്ത ഇൻഫ്ലുവൻസേഴ്സിനെതിരെ നടപടിയെടുക്കുമെന്ന് അധികൃതർ പറഞ്ഞു. സൗദിയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ മീഡിയ റെഗുലേഷൻ അതോറിറ്റി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. മലയാളമടക്കം വിവിധ ഭാഷകളിൽ അനധികൃത പ്രമോഷൻ ചെയ്തവരെയാണ് ഒരു മാസത്തിനിടെ വിളിപ്പിച്ചത്. ലൈസൻസ് ഉള്ള സൗദി ഇൻഫ്ലുവൻസർമാരും സ്ഥാപനങ്ങളും നൽകിയ പരാതികളിലും നടപടി ആരംഭിച്ചിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ സൗദിയിൽ പ്രമോഷൻ വീഡിയോ നൽകുന്നത് നിയമവിരുദ്ധമാണ്. നേരത്തെ സൗദികൾക്ക് മാത്രമായിരുന്നു ഈ രംഗത്ത് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നത്. നിലവിൽ വിദേശികൾക്കും കർശന നിബന്ധനകളോടെ ലൈസൻസ് അനുവദിക്കുന്നുണ്ട്. 15,000 റിയാലാണ് വാർഷിക ഫീസ്. ഓരോ വർഷവും ഇത് 15,000 റിയാൽ നൽകി പുതുക്കുകയും വേണം. ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അതോറിറ്റി നിരീക്ഷിക്കും. നൽകുന്ന പരസ്യങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അതോറിറ്റി പരിശോധിക്കും. സ്ഥാപനങ്ങളുടെയോ വ്യക്തികളുടെയോ സ്വകാര്യത ഹനിച്ചാലും നടപടിയുണ്ടാകും. നൽകുന്ന പ്രമോഷൻ വ്യാജമാണെങ്കിൽ കബളിപ്പിക്കലിനും ശിക്ഷയുണ്ടാകും. ഈ ചട്ടങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന വിദേശികളെയാണ് നിലവിൽ അതോറിറ്റി നിരീക്ഷിച്ച് വിളിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വീട്ടുജോലിക്കാരുടെ റിക്രൂട്ടിംഗ് നിയമലംഘനത്തിന് സൗദിയിൽ 25 ഏജൻസികളുടെ ലൈസൻസ് റദ്ദാക്കി. നിയമങ്ങൾ ലംഘിച്ചതിന് 222 ജീവനക്കാർക്കെതിരെയും നടപടി. സൗദിയിൽ ഹൌസ് ഡ്രൈവർമാർ ഉൾപ്പെടെ വീട്ടുജോലിക്കാരുടെ റിക്രൂട്ട്മെന്റിലെ നിയമനങ്ങൾ ലംഘിച്ചതിന് 222 ജീവനക്കാർക്കെതിരെ നടപടി. 25 റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. ഹൌസ് ഡ്രൈവർമാരെ പുറത്തെ ജോലിക്ക് വിട്ടതിനും റിക്രൂട്ട്മെന്റ് പുറത്തെ ഏജൻസികൾക്ക് കൈമാറിയതിനുമാണ് നടപടി. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിലാണ് റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾക്കെതിരായ നടപടികൾ. വീട്ടുജോലിക്കാരുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിച്ചതിന് 222 പേർക്ക് പിഴയുൾപ്പെടെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇവരുടെ തൊഴിൽ പെർമിറ്റ് റദ്ദാക്കിയിട്ടുമുണ്ട്. തൊഴിൽ റിക്രൂട്ട്മെന്റിനുള്ള കരാർ സബ് ഏജൻസികൾക്ക് നൽകിയതിനും വീട്ടുജോലിക്കാരെ പരിചയമില്ലാത്ത ജോലികളിലേക്ക് നിയമിച്ചതിനുമാണ് നടപടി. സ്പോൺസർമാരുടെ കീഴിൽ മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവർക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. ഈ കേസുകളിൽ 25 റിക്രൂട്ട്മെന്റ് ഓഫീസുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. പരാതികൾ പരിഹരിക്കാൻ വൈകുന്നതിനും നടപടിയുണ്ട്. സൗദിയിലെത്തി റിക്രൂട്ടിംഗ് കമ്പനികൾക്കെതിരെ പരാതിയുള്ളവർക്ക് 9200002866 എന്ന നമ്പറിൽ വിളിച്ചു പറയാം. അല്ലെങ്കിൽ മുസാനിദ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും പരാതി നൽകാമെന്ന് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
എക്സ്പോ സിറ്റി ദുബായ് മാസ്റ്റർ പ്ലാനിന് അംഗീകാരം നൽകി ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. 75,000-ഓളം ആളുകൾക്ക് താമസ സൗകര്യങ്ങളും ബിസിനസ് സൗകര്യങ്ങളും അടങ്ങുന്നതാണ് എക്സ്പോ സിറ്റി. 5 ജില്ലകളിൽ 3.5 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന എക്സ്പോ സിറ്റി ദുബായിൽ 35,000-ലധികം താമസക്കാർക്കും 40,000 പ്രൊഫഷണലുകൾക്കും താമസിക്കുവാനുള്ള ശേഷിയുണ്ടാകും. UAE-യുടെ മുൻനിര സംഘടനകളിലൊന്നായ DP വേൾഡിന്റെ പുതിയ ആഗോള ആസ്ഥാനം, 10 ബില്യൺ ദിർഹം മൂല്യമുള്ള പുതിയ അന്താരാഷ്ട്ര പ്രദർശന കേന്ദ്രം എന്നിവയും മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുന്നുണ്ട്. എക്സ്പോ സിറ്റി ദുബായിലെ സംരംഭകർക്കും നിക്ഷേപകർക്കുമുള്ള ഒരു കേന്ദ്രമായി മാറ്റാൻ പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നുവെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. ദുബായിയുടെ വിജയഗാഥയിലെ ഒരു പുതിയ അധ്യായമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.